ആ അങ്ങനെ വിളിക്കാം. തല്ല ഇനി തല്ലല്ലേ വാർത്ത അച്ചുവെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് സേവ് ചെയ്യണം. അവനെ ഇരുത്തി തുടപ്പിക്കാനുള്ളതല്ല. ആരും കിടന്ന് അലക്കല്ലേ. എല്ലാരും ഞാൻ നിൽക്കുന്ന ലൈനിലോട്ടൊന്ന് വന്നേ. പറഞ്ഞാള് എന്റെ പുറകെ പൽഗുണത്ത് പറയാം. നീ അവിടെ മിണ്ടാതിരിക്കും. നീ ഒരു കാര്യം ചെയ്യേ. നീ ഒന്ന് മുട്ടൽ എഴഞ്ഞാ താഴെ കിടന്ന്. നീ ഒന്ന് മുട്ടൽ എഴഞ്ഞ് കാണട്ടെ. നീ ഒന്ന് അല്ല എടാ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. ഏതാന്ന് പറഞ്ഞു കൊടുത്തടാ. താഴെ കിടന്ന് അയ്യോ വയ്യായെന്നോട് പറഞ്ഞേ. അയ്യോ വയ്യ പല്ലല്ലേ. അയ്യോ വയ്യേ പറഞ്ഞു കൊടുക്കണ മേളിച്ചൊന്ന് വായിക്കാനാണ് അതൊക്കെ. നീ ഇവിടെ പിയർ കാണിക്കുന്ന സമയം തൊട്ടേ നിന്റെ ടൈം സ്റ്റാർട്ട് ആവുന്നത് ലോസ്റ്റ് ആയിട്ടുള്ള. അങ്ങനെ വിളിക്കാം. തല്ല ഇനി തല്ലല്ലേ വാസമുള്ള. ഞാൻ ഇഴഞ്ഞോളാം. തല്ലല്ലേ വാത്തോണ്ട സിനിമാറ്റിക് എന്താ പറഞ്ഞുതരാം. എടാ നമ്മുടെ ഇതിനകത്ത് തിയേറ്റർ ഉണ്ട്. നിന്റെ ആ മുഞ്ചിയ വീട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ഈ വീട്ടിലുണ്ട്. സിനിമയൊക്കെ ഉണ്ടാക്കി നമ്മുടെ തിയേറ്ററിൽ പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ നിനക്ക് പിന്നെ ഡെയിലി തല്ല് കൊള്ളുന്നോണ്ട് അത് വീഡിയോ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ലല്ല ഞാൻ ഡെയിലി ഒന്നും തല്ലുകൊള്ളാറുന്നില്ല. നീ ഒരു കാര്യം ഞാനൊരു കാര്യം പറട്ടെ ഇങ്ങോട്ടൊന്നാണ്. യവനെ മിക്കവാറും ഇപ്പൊ തന്നെ ഉണ്ടല്ലോ പിടിച്ച് അവിടത്തെ കോലീഡർ വല്ല ആക്കിയെന്നോ പ്രൊമോട്ട് ചെയ്യും കേട്ടാ. എന്നിട്ട് ഇറക്കിക്കൊണ്ടൊക്കെ പോണല്ലേ. പുഴ എഴുതുന്നത് ഞാൻ പുഴ എഴുതുന്നത്. എടാ ഞാൻ കാര്യം പെട്ടടാ. വാട്സാറ്റ് കൊണക്കല്ലടാ. എടാ വാട്സാറ്റിലുള്ള റിപ്ലൈ കൊടുക്കല്ലേ. വാട്സാപ്പ് റിപ്ലൈ കൊടുക്കല്ലേ. ഞാൻ കൊണത്തില്ലല്ലോ ഇത്. ഇതെന്താന്ന് നിങ്ങൾ അറിഞ്ഞ എത്ര പേര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നമ്പർ റെഡി കയറി പറയാം. ദൈവം എന്ന് പറഞ്ഞേ പക്ഷേ പട്ടിയുടെ ബിസ്ക്കറ്റ് ഒന്നും അങ്ങനെയൊന്നും പറയില്ല. അതായത് ക്യാരക്ടറിനെ വിട്ടിട്ടുള്ള ഒരു കളി വേണം. ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഹലോ മാക്കേ കേക്കുന്നുണ്ടല്ലോ. ഞാൻ പറയാം സിറ്റുവേഷൻ ഓൺഗോയിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീൽ ചെയ്താ പോരെ. അതല്ലേ ക്വാർട്ടറിന്റെ അടുത്ത് സ്റ്റീവനോട്
ഇത്ര സ്പീഡല്ലോ കുറച്ച് സ്പീഡിലാണ് കൈ ഇതൊക്കെ മതി ഇതൊക്കെ തന്നെ എടാ ഫുഡ് ഇറക്കുന്നുണ്ട് കഴിക്കുന്നോടാ ഫുഡ് വേണോടാ ഫാൽക്കണേ ഇല്ലില്ല എന്റെ ഉണ്ട് തിയേറ്ററിൽ പ്ലേ ചെയ്യാൻ എനിക്ക് അയ്യ വേണ്ട വേണ്ട എഴയല്ലേ ഇത് എന്ത് കത്ത് ചെയ്ത് ഓടി വാടാ മാനിഫെസ്റ്റേഷൻ ആണ് അവസാനം ഇന്ന് തന്നെ ഈ കൂട്ടി കയറുമെന്ന് അറിഞ്ഞില്ല. ഞാനിത് ചെയ്യൂലായിരുന്നു ചന്ദ്ര, ഞാനിത് ചെയ്യൂലായിരുന്നേ. കുറച്ച് ദിവസമായ ചന്ദ്ര, കുറച്ച് ദിവസം പറയാതിരിക്കാൻ വയ്യ, കുറച്ച് ദിവസമായി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ റിപ്ലൈ കൊടുക്കണത്. വേറെ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇവന് കടിയാണ്, ഇവനൊക്കെ വഴി നോക്കി പോയതാണ്. അപ്പൊ അവനൊക്കെ വല്ലാത്ത കഴപ്പാണ്. ഇല്ലാത്തോണ്ട് എനിക്ക് അതിന്റെ ഇന്റൻസ് എത്രത്തോളം മനസ്സിലാവില്ല ശരിക്കും. പക്ഷെ ഇപ്പൊ മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാകത്തില്ല. ഇല്ലായിരുന്നല്ല, ഞാൻ ഇന്നക്റ്റീവ് ആയിരുന്നു. വെള്ളം കൊടുത്ത് കൊണ്ടുവരണട്ടാ. വെള്ളമൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ടാ, പാലും പഴമൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആദ്യരാത്രിക്ക് കൊണ്ടുവരുന്നവരാ വരുന്നത്. വിളിക്കില്ല, ഞാൻ നല്ല പയ്യനായിരുന്നു. റോള് ഓഫ് ഇട്ടേക്കും. പിന്നെ ഇവന് ഭയങ്കര ഇതാന്ന് തോന്നിട്ടത്, ആത്മാർത്ഥത. പിന്നെ നീ എങ്ങനെ ബാക്കി നിന്റെ മറ്റേ എന്തൊരു ഗാംഭീര്യം. അതല്ല സംഭവം വെച്ചാൽ അണ്ണന് മനസ്സിലായില്ലേ, അവൻ ഇങ്ങനെ ഡ്രസ് പറയും. അപ്പം ടി വി ഹോൾഡ് ഔട്ട്, ടി വി ഹോൾഡ് ഔട്ട്. സംഭവം മനസ്സിലായില്ലേ? ഷെഡിയുടെ പുറത്തോടെ ഷെഡിയാട്ടം ആടിയിട്ടു. ഇതുണ്ട് അറിയില്ല, എനിക്കൊന്ന് കാണിച്ചു തരണം. ഞാൻ അതുപോലെ ചെയ്യാം. പഠിക്കാം അന്ന് കാണിച്ചു തരാമെങ്കിലും മണിക്കൂർ കൂടെ കാണിക്കാത്ത ഓരോ പേരിനും റീസെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ നിന്ന് മെസ്സ് അടിക്കാൻ നിന്നാ കേട്ടോ, നീ ഇന്നൊന്നും രാത്രി ആയാലും പോകില്ല. നീ ഇവിടുന്ന് കുഴപ്പമില്ല. നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലേ, നമുക്ക് എടാ നമുക്ക് തിരക്കൊന്നുമില്ല, നീ മറക്കല്ലേ. സ്പെല്ലിംഗ് പറഞ്ഞോടെ, സ്പെല്ലിംഗ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാം. അവന് ഡബ്ല്യു മാത്രമേ അറിയത്തുള്ളൂ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അറിയില്ല. ഇവനെ റേജ് വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, മനസ്സിലായി? അതാണ് നിന്റെ തല്ലുള്ളി അവരോ ഞാനിവിടെ അവരോ തല്ലുള്ളി ഡാൻസ് ഇവിടെ മറ്റേ അവാർഡ് വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഞാൻ എവിടെയാ തല്ലുകൊണ്ടേന്ന് അവൻ ചോദിക്കുക. പിന്നെ അവൻ എന്താ ജയിച്ചാനാണ് ഇവിടെ നോസായിട്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ പറയട്ടെ, നീ തല്ല് കൊണ്ടിട്ടില്ല, നീ തല്ല് കൊള്ളാതെ മനസ്സിലായി. വാർ ജയിച്ചാനാണ് ഇല്ല ഞാൻ ഫാൽക്കൺ ഒരു കാര്യം ചോദിക്കട്ടെ, വെയിറ്റ് ഒരു സെക്കൻഡ്. ബ്രോ തല്ല് കൊണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? മോനെ തല്ലിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ, മറന്നുപോയില്ല. അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല ബ്രോ.
അത് മനസ്സിലായടാ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കാൻ നീ ആരാ? അല്ല 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 കുഴപ്പമില്ല നീ ഊരിക്കോ. കുഴപ്പമില്ല, ഊരിക്കോ. ഷഡ്ഡിയായിട്ട് കാണാറില്ലേ? പെർഫെക്റ്റ്. എ ക്ലാസ് തല്ലുള്ളി പറയാതിരിക്കാൻ കറക്റ്റ് ആ ഒരു ഫിഗർ ഉണ്ട് നിനക്ക് തല്ലുള്ളിയുടെ ആ എക്സാക്ട്. തൽക്കാലം ലാപ് ഡാൻസ് ഇട്ടോ, അങ്ങോട്ട് കളിച്ചോ. ഷഡ്ഡിയാട്ടം പാട്ടായിട്ടാ നിന്റെ രക്തത്തിനനുസരിച്ച് കളിക്കാനൊന്നുമില്ല. ഏടാ പൽഗുണാ, നീ എവിടായിരുന്നു ഇതിനു മുമ്പേ? നീ എവിടായിരുന്നു ഇതിനു മുമ്പേ? നിനക്ക് എന്തായിരുന്നു ജോലി? നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോടാ നിനക്ക്. ഷഡ്ഡിയാട്ടത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. നിന്റെ ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയാം ഷഡ്ഡിയാട്ടം ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോടാ? ലീഡർ ഷഡ്ഡിയാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഇല്ല ബ്രോ ലീഡർ ആരാവോ പിന്നെ ലീഡർ ആരാടാ? അയ്യോ കോഹ്ലിയുടെ ഇങ്ങനെയൊന്നും കളിക്കാറില്ല. അയ്യോ അയ്യോ അണ്ണാ അവന്റെ ഗ്യാങ് ഡ്രസ് ഇടാൻ പറയണം. ഗ്യാങ് ഡ്രസ് ഇട്ട് അടിച്ചത് അപ്പൊ കൂളിംഗ് ഗ്ലാസ് വരുമോ? ചാണകത്തിന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചാലേ അത്ര വലിയ രസമൊന്നും കാണത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് വലിയ നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ അതെ നിന്റെ സന്തോഷമൊക്കെ മാറും. നീ ചിരിച്ചോണ്ട് കരയുന്നത് നിനക്ക് മാറ്റിത്തരാൻ ഞാൻ. കരയുന്നതോ? നിനക്ക് ഒട്ടും വിഷമമില്ലല്ലോടാ. നിന്നെ കണ്ടാലേ അറിയാടാ തല്ലുള്ളി. ആടാ തല്ലുള്ളി തല്ലുള്ളി പിന്നെ അമ്പിത്തല്ലുള്ളി എന്ത് പറഞ്ഞു? നിങ്ങൾ മേടിച്ചിട്ടില്ലേ? തല്ലുള്ളി എന്ന് വിളിക്കുന്നത്. MRC ഫാൽക്കണെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. തല്ലാവുന്നത് ആണോ? ഞാൻ ബ്രോയിനെ ആദ്യമായിട്ട് കാണുന്നേ. ആണോ? അതാ പറഞ്ഞ ഞങ്ങള് നമ്മള് പിന്നെ നീ പിന്നെ ഒരുപാട് തല്ലി കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചെന്താ? എടാ നിന്നെ തല്ലിട്ടാ കൊണ്ടുവന്നേടാ, നിന്നെ തല്ലിട്ടാ കൊണ്ടുവന്നേ, അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നേ. എടാ നിന്നെ തല്ലി ഒരു വട്ടം കിട്ടിയാൽ തല്ല് അല്ല ഡാൻസ് തല്ലുള്ളി നിന്റെ വിചാരം. നിന്റെ ഫിയർ കാണോ? ഇവന്റെ ഹോസ്റ്റേജ് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒരിക്കലേ ചത്തു ഒരിക്കലേ. പൽഗുണ നിനക്ക് പോണെന്ന് ആഗ്രഹമൊന്നുമില്ലടാ. റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇവന്റെ മെസ്സേജ് കാരണം വേറൊരു പാട്ടിടാ. വീണ്ടും ഡാൻസ് കളിക്കട്ടോ. പാട്ടില്ലാത്ത എന്ത് സുഖം. ഡാൻസ് കളിക്കടാ. കളിക്ക്. കുമാരി സ്റ്റെപ്പൊക്കെ അറിയാ. എടാ പേരിന് ഇല്ലടാ അവൻ. ഇവന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടാ. ഇവനെ ഇത് ആരും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബോഡി മൂവ്മെന്റ് കണ്ടാൽ അറിയില്ലേ? അതാ ബോഡി മൂവ്മെന്റ് കണ്ടല്ലോ. ഷഡ്ഡി ഡാൻസ് ഇവനെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കണ ട്രെയിനിങ് ഉണ്ട്. കറക്റ്റ് അതേമാതിരി അവന്റെ പേര് പൽഗുണല്ലടാ, പിന്നെ ഇതൊക്കെ അറിയാണ്ടിരിക്കടാ.
കുമാരി എൻ കാതൽ സിക്കി മുക്കി തിക്കി വിക്കിത് കുമാരി എൻ നെഞ്ചി വിമ്മി വിമ്മി പമ്മി നിക്കിത് കുമാരി എൻ കാതൽ വിട്ടതേ മോത്തി വൈക്കിരേ കുമാരി സുകുമാരി എന്നൊരു മലരടി മലരു പുള്ളടി കുമാരി നെഞ്ചി വിമ്മി വിമ്മി പമ്മി നിക്കത് കുമാരി എൻ വാർത്തൈ കടവറ്റി വിട്ടതേ. ആൾക്കാർ നീ ഗ്യാങ്ങിൽ ഇറങ്ങട്ടെ. ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡ്. അയ്യോ ഇതിന്റെ ആവശ്യം എനിക്കില്ല. അല്ലടാ ഡെയിലി ഇപ്പൊ തല്ലോണ്ട് വരുമല്ലോ, അപ്പൊ ഇങ്ങനെ നീ ജീവിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇങ്ങനെയല്ല എല്ലാരും പഠിച്ചു വന്നത്. അല്ലണ്ട ഇവന് ഗ്യാങ്ങിൽ ഇറങ്ങിയാൽ ഒരു തൊഴിലറിയാലോ. അതിന്റെ വലിയ ഗ്യാങ് ഇറങ്ങിയ എല്ലാരും തൊഴിലാണ്. അറിയില്ലടാ, നിനക്കറിയാലോ. പാട്ട് തീർന്നായി. അവന്റെ അവനാ ഷെഡിട്ടാടാനുള്ള ഇഷ്ടം കണ്ട തീർന്നല്ലോ. അടിപൊളി 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 കിടല കിടല കിടല. ഡൗട്ടായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഈ ഷെഡിയായിട്ട് ആടുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറെ ആൾക്കാർ ഹോസ്റ്റലായിട്ട് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഷെഡിയിട്ട് അടിക്കാറുണ്ടോ? ഇല്ല, ആടാറില്ല. ഞങ്ങൾ തന്നെ ആടി കൊടുക്കും. നോർമലി ഞാൻ ഇന്ന് കൊടുക്കാറില്ല, അങ്ങനെയാണെന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഇങ്ങനെ നീ പാട്ടൊക്കെ നിന്ന് പോയത് നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മളവിടെ നിർത്താൻ വിചാരിച്ചിരുന്ന, അപ്പൊ നീ നമ്മളെ പാട്ട് ഓർമ്മിപ്പിക്കണം. അയ്യോ സോറി ബ്രോ, അത് നോക്കട്ടെ തപ്പട്ടെ. ഇരിക്കാടന്റെ ക്രാഷ് നോക്കളിയാ എഴുതി വെച്ചേക്കണ ക്രാഷ് മങ്കി എന്നൊക്കെ മങ്കി ക്രാഷ് എന്നൊക്കെ. കാരണം നിന്നെ കൊറേ നേരം കിട്ടേ. ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഇതാണ് നീ ഓർക്കണം, മനസ്സിലായോ? എടാ ഒരു കഥ പറ, ഒരു കഥ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കഥയൊന്നും അറിയണോ? നിങ്ങൾ ഇതാക്കല്ലേ, എന്താടാ നിനക്കൊന്നും അറിയാത്ത പോലെ നീ ഇവിടെ നടന്ന കാര്യം വേറെ സ്ഥലത്ത് പോയി മാറ്റി പറയുന്ന ടീമിലടാ. നിനക്കാണോ ബുദ്ധിമുട്ട്? കഥ പറയടാ, കഥ പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ, ഉണ്ടാക്കി പറയടാ. ശരി, ഞാൻ പാട്ട് പാടാൻ അറിയാം. പാട്ട് പാടാൻ അറിയാം. എടാ ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു കഥ പറയാം. പാട്ട് പാടാം, പാട്ട് പാടാം. ഓക്കെ. കാക്കേ കാക്കേ കൂടെ വിടെ കുഞ്ഞുണ്ട്. ഇത് നിന്റെ വീട്ടില്, ഇത് നിന്റെ വീട്ടില്, ഇത് നിന്റെ വീട്ടിൽ വേറെ ആരെങ്കിലും ഇന്ന് മാറിന് വരാത്തത്തിനുണ്ടായിരുന്നില്ല. അവൻ അവൻ വരുമ്പോ പാടിക്കൂടെ? കാരണം ഇതിന്റെ അച്ഛനെ വിടല്ലേ, മനസ്സിലായില്ലേ? ഇവിടുന്ന് കൊണക്കേ വീട്ടുകാരൊക്കെ വിളിക്കുന്നേ. ഒരു മിനിറ്റ് യോഗ്യത ഉണ്ടോ നിനക്ക്? നിങ്ങള് പറയുന്നുണ്ടല്ലേ ബ്രോ? ഏടാ കണ്ടി നിനക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇവന്റെ അടുത്തൊന്നും ദയ കാണിക്കണം. ഇവനൊക്കെ കക്കൂസ് കഴിക്കണം. നിനക്ക് പറയാൻ എന്ത് യോഗ്യത ഉണ്ടോ? കണ്ടി വായിക്കറിയാടാ, എന്തിനു വായിക്കറിയാ? കണ്ടി നിനക്ക് വീട്ടുകാരെ പറ, നിനക്ക് പറയാൻ എന്ത് യോഗ്യത? നിനക്ക് കൊണ്ട് നിനക്ക് ആരുടെ വീട്ടുകാരെ പറഞ്ഞിന്റെ എന്താടാ എന്താ ഇപ്പൊ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവനങ്ങ്. ഞാൻ കൺവേർട്ട് ചെയ്തില്ലല്ലോ, എനിക്കുള്ള കാര്യമൊന്നുമില്ല. പൽഗുണ തന്നെയാണോ?
ബ്രോ ഞാൻ കൺവെർട്ടില്ല ബ്രോ ഞാൻ ആരാടാ പിന്നെ നിന്റെ വീട്ടുകാരെ പറഞ്ഞവിടെ വീട്ടുകാരെ പറഞ്ഞതിപ്പം ഇതേ ബാക്കി നിൽക്കുന്ന പയ്യൻ ഞാൻ എന്താ പറഞ്ഞത് കേട്ടോ നീ എന്താ പറഞ്ഞത് കേട്ടോ വീട്ടിൽ പോയി വിളിയെന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോയി വിളിക്കാനോ അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് മാറിപ്പോതാ ബ്രോ ഞാൻ എന്റെ ഭാഗത്ത് മാറിപ്പോതാ ബ്രോ മനസ്സിലായി നിന്റെ വീട്ട് മറ്റേ അയലോക്ക് ബാക്കിയുള്ളവർ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന് വിളിക്കത്തില്ല നമ്മള് കേട്ടാ കണ്ടി ഞാൻ അന്വേഷിച്ചൊന്നും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പറയണ്ട ഞാൻ പറയണ്ട നിനക്ക് പറയാനുള്ള ആവശ്യമില്ല അണ്ണാ ഒരു ഇല്ല ഞാൻ മാനം കളിക്കില്ല നീ പോയി കക്കൂസ് എഴുതു നീ എഴുതി കക്കൂസ് എഴുതു ചെല്ല് എനിക്കെന്ത് ദയ ബ്രോ നമ്മളെ ഡൗൺ ആക്കിയത് കാണിക്കണം ഞാൻ ഓട്ടം ആക്കിയില്ല നിന്റെ മാസം കാണുന്നു എത്ര പട്ടിയടാ മിണ്ടായടാ കൈവക്കണം നീ കൈവക്കണം പട്ടി അമ്പിപ്പട്ടി നിന്റെ അടുത്ത് കൈവക്കണം എടാ ഈ വഴിയൊക്കെ നോക്കി വെച്ചത് ഡെയിലി വരുന്നത് നീ എന്നും തല്ലുള്ളൂ നീ എന്നും കക്കൂസൊന്നും കാണിച്ചില്ല കഴിവ് പോവാ കേട്ടാ കാരണം ഈ സ്ഥിരം വരാനുള്ളതായിരുന്നു നീ അല്ലെങ്കിൽ നിന്റെ മറ്റേ ബാക്കിയുള്ള വാളങ്ങൾ എടാ ഫാൽക്ക നീ ഇത്ര ചിന്തിച്ചാ മതി സിറ്റിയിൽ അടുത്തൊക്കെ ഒരുത്ത കക്കൂസായിട്ട് കൊറേ നാളായി നീയാടാ ഭാഗ്യവാൻ മനസ്സിലായോ ഇരുന്ന് കഴുകു അണ്ണ ഞാനിട്ട് ഇവൻ ഫിയർ കാണിക്കുന്ന അപ്പം തൊട്ടാണ് ഇവന്റെ ടൈമിങ് എണ്ണ അല്ല ഇപ്പൊ ഇവിടുന്ന് മാസം അടിച്ചോണ്ടിരിക്കുവാണ് പറഞ്ഞിട്ട് ചെയ്യണോ അതിന് തിരിച്ച് മാസം അടിച്ചോണ്ടിരുന്ന എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവന് പറഞ്ഞ എനിക്കിവിടെ ബാൻ കിട്ടും അതുകൊണ്ടേ ഞാൻ മിണ്ടാതിരിക്കണം നമുക്ക് വെളിയിൽ പറയാം അല്ലെങ്കിൽ ഇത് നമുക്ക് നമുക്ക് പറഞ്ഞ കൊറേ ഓപ്ഷൻ ഉണ്ട് മനസ്സിലായില്ലേ നമ്മള് ഇതാക്കണ്ട ഫ്രസ്ട്രേഷൻ ആണ് അത് എന്തിന്റെ പുറത്താണ് ഫ്രസ്ട്രേഷൻ ഞാനിന്ന് കാണിച്ചു കൊടുക്കാം അവന് കൊറേ ദിവസമായി ഈ കണ്ടിയൊക്കെ നമ്മളെ സിറ്റിയിൽ മറ്റേ ലൈബ്രറി ആപ്ലിക്കേഷന്റെ പേരെന്താണ് അതില്ല അപ്പം മാർക്കറ്റ് പ്ലേസ് ക്ലീൻ ആണോ ഒന്നും അറിയാത്ത പോലെ കഴിവണ ഇതാണോ ലെഗസി എന്ന് പറയുന്നത് ഇല്ല ഈ തുടക്കുന്നത് ലെഗസിയുടെ ഭാഗമാണ് അല്ല ഇത് ഞാൻ ആദ്യമായിട്ട് കാര്യം സാധിക്കുന്ന പറമ്പിൽ പോയിട്ടാണ് അല്ല ഞാൻ വേറൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത് അതിനെങ്ങനെ ഊരിട്ടോണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ നീ വല്ല നിന്നെ ഒരു ഭാഗത്തേക്കില്ലാണ് മനസ്സിലായി ഊരി വിടരുത് എന്നാലും കൂടെ വരാനൊക്കെ പറ്റുള്ളൂ മനസ്സിലായി അത് നീ സ്വന്തത്തെ വിചാരിച്ചാൽ തന്നെ എടുക്കൂന്ന് ഇല്ല എന്നെ എടുക്കുന്ന എനിക്ക് ആദ്യമേ അറിയായിരുന്നു എടാ നിന്നെ മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട് കഴുക ആൾക്കാർ വിളിക്കും കേട്ടോ എടാ അപ്പൊ നിനക്ക് മനസ്സിലായാലും നിങ്ങളെ മെഴുകുമെന്ന് മനസ്സിലായാലും എന്റെ കയ്യിലിരിക്കുന്ന അപ്പൊ നീ വരുന്നതിന് മുമ്പ് മെഴുകുമെന്ന് അറിയായിരുന്നു അതൊക്കെ പഠിച്ചിരുന്നു സിറ്റിയിലെ അബ്ബാസ് ആണ് നീ ബ്രോ ഒരു സെക്കൻഡ് കഴുക അബ്ബാസ് പോത്രച്ചാണ് കഴിക്കുന്ന എല്ലാ ദിവസവും
ഭയങ്കര തൊലിക്കെട്ടി ആണോ? ചെറുങ്ങനെ സൈഡ് ഫോട്ടോ നീ പരിപാടി എടുത്തിട്ട് ഇതിന് കയറുന്ന കുറച്ചുകൂടെ ബെറ്റർ കേട്ടാ. എന്തൊക്കെ പരിപാടിയാടാ, എന്തൊക്കെ പരിപാടിയാ. പാലത്തിനടി പോയി നിൽക്കാൻ എന്താ അറിയാത്തതിന്റെ കുറവ്. അവൻ ടഫാവാൻ നോക്കാം മാറി. മൾട്ടി ടാലന്റഡ് ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ? വേണമെങ്കിൽ നമ്മളെല്ലാരും ഒരു സെക്കൻഡ് നമ്മളെല്ലാരും ഇറങ്ങിത്തരാം ഇവിടുന്ന്. പൊട്ടിക്കരയണോ? പൊട്ടിക്കരയണോ? നീ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യല്ലേ? നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമൊന്നുണ്ട്. നമ്മൾ ഇറങ്ങിത്തരാം. നിനക്ക് അറിയണോ? നിനക്ക് അറിയണം കരഞ്ഞോ? ബ്രോ ഞാൻ നീ ഇനി വായടച്ച് മിണ്ടാതിരുന്ന് ഇവിടെ കഴിവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോവാം. ഇല്ല നീ ഇവിടെ കഴിയുമ്പോണ്ടിരിക്കും. മനസ്സിലായ? നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയുമ്പോണ്ടിരിക്കും. നമ്മള് പ്രിയവാദം കളിക്കുമ്പോഴും നീ ഇവിടെ കഴിക്കൊണ്ടിരിക്കും. മനസ്സിലായ? നീ അവിടെ കളിക്കാൻ പോലും കാണത്തില്ല. നീ ഇവിടെ ഇരുന്ന് കഴിവ്. അതാണ് വേറെ പ്രശ്നം. അവന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ അവൻ രണ്ട് പറയാം. അപ്പം മിസ് മനസ്സിലായി? അതാണ് അവന്റെ ആഗ്രഹം. കഴുകള കണ്ടി ഉണ്ടായിരുന്നു. കഴുകള കണ്ടി കണ്ടി കഴുക MRC അബ്ബാസ് കഴുകു നീ കണ്ടി കഴുകളാകട്ടെ. MRC അബ്ബാസിന് ശേഷം ഇത്ര ഒരു നീതി പുലർത്തിയ ഒരു പയ്യൻ മാത്രമല്ലേ? സത്യം ആർപിക്കാരൊക്കെ കൊളാബറേഷൻ വിളിക്കും. പോണം കേട്ടോ. അല്ല ഇപ്പൊ ആർപിക്കിന്റെ കൊളാബിനൊക്കെ നല്ലതാണ്. താല്പര്യം ഇൻട്രസ്റ്റ് ഗാങ് ഫണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. സ്റ്റാർ ആണ് കേട്ടാ ചണ്ടി കൊളാബറേഷൻ. എന്തൊക്കെ തന്നെ കൊളാബറേഷൻസ് കിട്ടും നിനക്ക്. നീ ഇന്നത്തോടെ സ്റ്റാർ ആയി അബ്ബാസ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വാസന കണ്ടിട്ടുണ്ട് എവിടെ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തീട്ടത്തിന്റെ മഞ്ഞയും കൂടെ ഉള്ളതുകൊണ്ട് അവന് ഷട്ടി പറ്റിയത്. നിനക്ക് വിൻസെന്റിനെ പരിചയമുണ്ടാ? ഇന്നത്തെ ചേട്ടാ അറിയാതാ തോന്നേ. വിൻസെന്റിനെ പരിചയം അറിയാം. വന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവനൊക്കെ പാവമാണ്. ആഫ്റ്റർ ദ ഹോസ്റ്റേജ് സിറ്റുവേഷൻ അടിക്കണം. നീ കഴിയുന്നത് മാർക്കറ്റ് പ്ലേസ് ഇട്ടുണ്ട്. നിന്നെ ആൾക്കാർ വിളിക്കും കേട്ടത്. അതൊക്കെ ആയിട്ട് പോവാ. ഇപ്പൊ നിന്റെ വില 1 രൂപയാണ് കേട്ടാ. ഡിമാൻഡ് ഇല്ല. നൈറ്റ് തല്ലാൻ വരും. ഇവനൊക്കെ അടികൊള്ളുമ്പോ കൂടെയുള്ളവൻ വണ്ടിന്ന് പോലും ഇറങ്ങിയിട്ടില്ല. അവന്മാരെയൊക്കെ കൊണ്ട് ഇപ്പൊ തല്ലാൻ വരും. എന്താ ഇങ്ങനെ കളിക്കുന്നേ? കണ്ണാപ്പിന്റെ ശവം എന്ന് അറിഞ്ഞെടുത്ത് മാറ്റിയിടും. നിങ്ങളെ കണ്ടത് ഒരു ഓറ വാസന ആരും കാണാത്ത സ്ഥലത്ത് കണ്ണം പോയി. എടാ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. മറ്റേ ബ്രോക്കറെ വിളിച്ചോണ്ട് സോറി ഉറപ്പിക്കാം. എടാ 2 മിനിറ്റ് ഉള്ളൂ. 2 മിനിറ്റ് ഉള്ളൂ. അല്ല 10 മിനിറ്റ് പറഞ്ഞു. വീണ്ടും പറഞ്ഞു എന്റെ അടുത്ത് വെറുതെ വിട്ടേക്കണ്ട. അവൻ എന്തിനു
ഒരു തോക്കൂടെ മണ്ണെണ്ണ വഴി ഞാൻ കത്തിച്ചു പെട്ടെന്ന് കത്തിക്കിനി അത് മതി. ഒരു സെക്കൻഡ് പോയാൽ ഓരോ ബാൻ മേടിച്ച് തരല്ലേ? അതാ വെള്ളിട്ട് കൊണ്ടോ പെട്ടെന്ന് കാണിക്കാൻ തുടങ്ങി. അവന്റെ ലെഗസി ശരിടാ തമ്പിക്കുട്ട ബൈ ബൈ തമ്പിക്കുട്ട ഹോസ്റ്റേജ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ഗൺ ടോക്സ് മണി ടോക്സ് അല്ലേ? അവന്റെ ലെഗസി ചങ്ക് പൊട്ടി രണ്ടായി എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു പയ്യെ. ഇപ്പൊ പ്രിവാറുണ്ടോ? ഇവന്മാർ ഓൾറെഡി വേറെ ആരുടെ സിറ്റുവേഷൻ ആണ്. D47 അതിന്റെ ഇടയ്ക്കാണ് നമ്മളായിട്ടായത്. എടാ ഗോകു എന്ത് വില കൊടുത്തു 5 കൊല്ലത്തെ ലെഗസി മുമ്പ് പോലെ. അതാണ് അതെ. എടാ എല്ലാരും ഒന്ന് വീസിലോട്ട് വരൂടാ.